ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എലിയെ ഓടിക്കാൻ പറ്റിയ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എലിയെ മാത്രമല്ല പല്ലി പാറ്റയൊക്കെ ഓടിക്കാൻ പറ്റിയ അടിപൊളി ടിപ്സാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ 2 കുക്കീസ് എടുത്തിട്ടുണ്ട്. നട്ട്സ് ഒക്കെ ഉള്ള കുക്കീസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് കുക്കീസോ ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് കവറിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്ത ആ കുക്കീസ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ഇടുന്നു. പിന്നെ എടുത്തിരിക്കുന്ന വിറ്റ്സ് ആണ്. അത് 1 ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ആ ബിസ്ക്കറ്റിൻ്റെ പൊടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വിറ്റ്സ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങയുടെ ജ്യൂസ് കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. വിറ്റ്സ് കൊണ്ട് എലികളെ പാറ്റ പല്ലിയൊക്കെ ഓടിക്കാൻ പറ്റിയ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗമാണ്. വിറ്റ്സ് എങ്ങനെയാണ് എലികളെ പല്ലി പാറ്റയൊക്കെ അകറ്റി നിർത്തുന്നത് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് തന്നെയാണ്. തന്നെയുമല്ല, ഈ വിറ്റ്സിനകത്തൊക്കെ ചേർത്തിരിക്കുന്നത് കർപ്പൂരം, യൂക്കാലിപ്റ്റസ് ഓയിൽ, മെന്തോളൊക്കെയാണ്. ഇത് നമ്മൾ പല വിധത്തിൽ ഈ എലികളെയും പല്ലി പാറ്റയൊക്കെ ഓടിക്കാനായിട്ട് പല വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഇതിന് ഒട്ടും ഇഷ്ടമില്ല. അതുമല്ല, ഇതിൻ്റെ സ്മെല്ല് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രദേശത്തോട്ട് തന്നെ ഇത് തിരിഞ്ഞു നോക്കത്തില്ല. അത്രയ്ക്ക് ഇതിന് വെറുപ്പാണ്. ആ പ്രദേശത്ത് തന്നെ ഇത് പൊയ്ക്കളയും. ഇപ്പം ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. എലി വന്ന് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കത് കണ്ടാൽ തന്നെ അറിയാം. എലിയുടെ കാഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ വന്ന് പോകുന്ന ഒരു പാടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഇത് നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് എലിയുടെ ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് കോട്ടൺ ബോൾസ് മാത്രം മതി. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കോട്ടൺ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം വിറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ആ കോട്ടൺ ബോൾസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ വിറ്റ്സുമായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കോട്ടൺ ബോൾസ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാവുന്നതാണ് ചാക്കുനൂല് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ വിറ്റ്സുമായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എലിയുടെ ശല്യമുള്ള സ്ഥലങ്ങളിൽ, പിന്നെ പല്ലി പാറ്റയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ അതൊന്നും ആ സ്ഥലത്ത് നിന്ന് തന്നെ മാറിപ്പോവും. അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇന്നത്തെ 2 ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.
ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.